അന്തിക്കാട് ഹൈസ്കൂളിന്റെ 76ാം വാർഷികവും യാത്രയയപ്പ് സമ്മേളനവും രക്ഷാകർതൃ പൊതുയോഗവും നടന്നു. CC മുകുന്ദൻ MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മെച്ചപ്പെട്ട ആരോഗ്യപരമായ വലിയ മാറ്റങ്ങളാണ് ഈ സർക്കാർ നമ്മളിൽ അർപ്പിതമായിട്ടുള്ളത്. കഴിഞ്ഞ 5-4 വർഷത്തിനുള്ളിൽ നിയമസഭയുമായി ബന്ധപ്പെടുന്ന സമയത്ത് നമ്മുടെ ഓരോ വർഷവും നമ്മുടെ സഭയുടെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നുണ്ട്. എല്ലാ വർഷവും നമ്മുടെ സംസ്ഥാനവുമായി ബന്ധപ്പെടുന്ന വിവിധ മേഖലയുമായി ബന്ധപ്പെട്ട ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയങ്ങളിൽ വളരെയേറെ ശ്രദ്ധയോടെ ആ ബഡ്ജറ്റിൽ നമുക്ക് എന്താണ് ലഭിക്കേണ്ടത് എന്ന് എപ്പോഴും ശ്രദ്ധിക്കപ്പെടാറുണ്ട്. അപ്പോൾ ബഡ്ജറ്റിലുള്ള ഒരു പ്രത്യേകത നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വിദ്യാഭ്യാസ രംഗത്ത് മറ്റുള്ള പ്രവർത്തനങ്ങൾ വ്യത്യസ്തമായി വലിയൊരു ശതമാനം സംഖ്യ വിദ്യാഭ്യാസ രംഗത്ത് മാറ്റിവെക്കുകയാണ്. അത് നമ്മുടെ സർക്കാർ പറയുന്നത് നമ്മുടെ ഒരു കുട്ടിക്ക് എത്ര കണ്ട് വിദ്യാഭ്യാസമായി മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളത് ആ ബഡ്ജറ്റുകളുടെ പഠനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഓരോ വർഷവും നമ്മുടെ കേരളത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് മാതൃക പതിപ്പിച്ചുകൊണ്ട് പുതിയ പാഠ്യപദ്ധതികളുടെ രൂപവും ഭാവവും നൽകിയിട്ടുള്ളത്. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. ചലച്ചിത്ര സംവിധായകൻ സത്യൻ അന്തിക്കാട് ഫോട്ടോ അനാച്ഛാദനവും പുരസ്കാര സമർപ്പണവും നിർവഹിച്ചു. പ്രോഗ്രാംസിന് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ക്ഷണിച്ചാൽ ഇപ്പോൾ VS സുനിൽകുമാർ മന്ത്രിയായിരിക്കുമ്പോഴും രാജന് TN പ്രതാപനും വിഷ്ണുമാറും ഒക്കെ നിർബന്ധിക്കുമ്പോൾ സ്നേഹത്തിൻ്റെ സ്വാതന്ത്ര്യമുള്ളതുകൊണ്ട് ഞാൻ ചിലപ്പോൾ ശാസിക്കാറുണ്ട്, മിണ്ടരുത്, എന്നെ വിളിക്കരുത് എന്ന് പറയും. പക്ഷേ അന്തിക്കാട് ഹൈസ്കൂളിലൊരു പരിപാടി എന്ന് പറയുമ്പോൾ അത് കുറച്ച് വൈകാരികമായ സംഭവമാണ്. ഞാൻ 10ാം ക്ലാസ് വരെ ഞാൻ പഠിച്ച സ്കൂളാണ്. എൻ്റെ പൂർവ്വ വിദ്യാലയം ഈ ആദ്യത്തെ ക്ലാസ്സിലാണ്. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് കഥ എഴുതിയിട്ട് മാതൃഭൂമി പാലനത്തിൽ അച്ചടിച്ചു വന്നത്. അന്ന് അതിൻ്റെ വൗച്ചർ കോപ്പി വരുന്നതൊക്കെ MK സത്യൻ സ്റ്റാൻഡേർഡ് 10 അല്ലെങ്കിൽ മറ്റേ 9th അന്തിക്കാട് ഹൈസ്കൂളിന് വേണ്ടിയിട്ടാണ് വരാറ്. അന്ന് സത്യൻ അന്തിക്കാട് ഞാൻ വയ്ക്കാറില്ല, സത്യൻ MK എന്നാണ് അന്നൊക്കെ അറിയപ്പെട്ടിരുന്നത്. പിന്നീട് ഈ സത്യൻ MK ഞാൻ തന്നെയാണെന്ന് എൻ്റെ കൂട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അന്തിക്കാട് ചേർത്ത് വിളിക്കുന്നത്. അങ്ങനെയാണ് ഇന്നിപ്പോൾ സ്ക്രീനിലൊക്കെ സത്യൻ അന്തിക്കാട് എന്ന് വരാൻ തുടങ്ങിയത്. അപ്പോൾ അന്തിക്കാട് സ്കൂളിലൊരു പരിപാടി എന്ന് പറയുമ്പോൾ വാർഷികം, അത് 76ാം വാർഷികം. ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ കൂട്ടുകാരൊക്കെ പഠിച്ച വിദ്യാലയമാണ്. ചടങ്ങിൽ ജില്ലാതല കലാപ്രതിഭകൾക്കുള്ള അവാർഡ് വിതരണം അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിലക്ഷ്മി വസന്തൻ നിർവഹിച്ചു. ജില്ലാ കായിക പ്രതിഭകൾക്കുള്ള അവാർഡ് വിതരണം അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് CK കൃഷ്ണകുമാർ നിർവഹിച്ചു. തൃശൂർ വെസ്റ്റ് AEO ബിന്ദു PK, സീരിയൽ സിനി ആർട്ടിസ്റ്റ് ബിജേഷ് അവണൂർ, വാർഡ് മെമ്പർമാരായ രാധാചന്ദ്രൻ, ശാലിനി സന്ദീപ്, അന്തിക്കാട് BRC BPC ഡോക്ടർ K ഉമാദേവി ടീച്ചർ, KGM സ്കൂൾ പ്രധാനാധ്യാപകൻ ജോഷി D കൊള്ളന്നൂർ, PTA പ്രസിഡന്റ് സജീഷ് മാധവൻ, MPTA പ്രസിഡന്റ് റജീന നാസർ, PTA വൈസ് പ്രസിഡന്റ് ഷജിൽ NT, MPTA വൈസ് പ്രസിഡന്റ് ഷെബീന ലത്തീഫ്, ബിന്ദു ടീച്ചർ, സ്കൂൾ ലീഡർ വൈഗ CTS, വിരമിക്കുന്ന അധ്യാപകരായ ഹെഡ് മിസ്ട്രസ് VR ഷില്ലി, സാജി ടീച്ചർ, ഹെഡ് മാസ്റ്റർ ഇൻചാർജ് വിനോദ് മാസ്റ്റർ, SRG കൺവീനർ NR പ്രിജി, ജനറൽ കൺവീനർ MR രജിത എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 4 മത്സരാർത്ഥി ശ്രിയ ശ്രീകാന്തിന്റെ ഗാനാലാപനത്തോടുകൂടി കലാപരിപാടികൾക്ക് തുടക്കം കുറിച്ചു. സാന്ത്വനം ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്ക് കൈത്താങ്ങായി ഉണ്ണിപ്പീടികയും ഉണ്ടായിരുന്നു.